ഇന്ന് അണ്ടലൂർക്കാവിലെ പൂവടി ധർമ്മടക്കാരുടെ വകയാണ്. അത് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് പോകുന്നത്. ഇന്നെങ്കിലും നമ്മള് നേരത്തെ പോണെന്നാണ് വിചാരിച്ചത്. അവിടെ എത്തിയിട്ട് രണ്ട് നടത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോഴേക്ക് ആട്ടമൊക്കെ കഴിഞ്ഞിട്ട് അങ്കക്കാരനും ബപ്പൂരൻ ഇങ്ങനെ കാട്ടിന്റെ ഉള്ളിൽ പോകുന്ന പല അസുരന്മാരെയും നിഗ്രഹിക്കുന്ന ഒരു യുദ്ധാണ് കേട്ടോ ഈ ആട്ടം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പം പൂവടി പൊട്ടുന്ന മനസ്സിലായോണ്ട് നമ്മൾ വേഗം പോയിട്ട് ഒരു സ്ഥലമൊക്കെ കണ്ടുവച്ചു. ഈ പൂവടിന്റെ കാര്യത്തില് ധർമ്മടങ്കാർ എപ്പോഴും ഒരു സ്റ്റെപ്പ് മുമ്പിലാണ് കേട്ടോ ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാരും അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പൂവടി കാണാൻ വരുന്നുണ്ടാവാ. ഇത് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോയ പോലെയൊക്കെ തോന്നിയെങ്കിലും സംഭവം ഭയങ്കര കളർഫുൾ. അത് കഴിഞ്ഞിട്ട് ധർമ്മടങ്കാരുടെ തന്നെ തടപൊളിച്ച് പാച്ചിലിന്റെ ഇടയിൽ എങ്ങാനും നമ്മൾ പെട്ടുപോയാലുള്ള അവസ്ഥ നിങ്ങൾ ഈ ഒരു ചടങ്ങിപ്പാട് നമ്മൾ പോവാന്ന് വിചാരിച്ചതാണെങ്കിലും ദിവത്താർ ഈശ്വരന്റെ മുഖം കൂടി കാണാൻ ദിവസം കൂടി കഴിഞ്ഞാല് പിന്നെയും നമ്മൾ ഒരു വർഷം ഈ ഉത്സവത്തിന് വേണ്ടി ഒരു ദിവസമെങ്കിലും അണ്ടലൂർ കാവിൽ വന്നിട്ട് ഈ ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഉത്സവത്തിന്റെ ഫീൽ എന്താണെന്നുള്ളത്. അങ്ങനെ ദേവത്താറിനൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വേണം. ഇത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.